ഹരേ കൃഷ്ണ. രാധേ രാധേശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. എവിടെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ അവിടെ ഭഗവാൻ അവതരിക്കുന്നു. ധർമ്മത്തിനായിട്ട് ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ഭക്തരാണ്. ആ ഭഗവാന്റെ ഭക്തരെല്ലാവരും ധർമ്മത്തിനു വേണ്ടി പോരാടുക. ധർമ്മം എന്താണെന്നറിഞ്ഞ് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. മനുഷ്യ സഹജമാണ്, തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കി വീണ്ടും ആ തെറ്റിലേക്ക് പോകാതിരിക്കുക എന്നതാണ് പരമപ്രധാനമായ ഒന്ന്. അപ്പോൾ ഭഗവാന്റെ ഭക്തരാണ് നമ്മളെന്ന് എല്ലാവരും ഓർക്കുക. അപ്പോൾ ഭഗവാന്റെ ഭക്തർക്ക് നമ്മൾ ചെയ്ത ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും ആ തെറ്റിലേക്ക് പോകാതിരിക്കുക. നമ്മുടെ മുന്നിൽ കാണുന്ന ശരി തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ശരിക്ക് വേണ്ടി, ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക, പോരാടുക. അപ്പോൾ പറഞ്ഞു വരുന്നത് ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുക. നമ്മുടെ മുന്നിൽ കാണുന്ന ഒന്നാണ് ശരിക്കുള്ള ധർമ്മം എന്ന് മനസ്സിലാക്കി പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് ധർമ്മത്തിൻ്റെ കൂടെ നിലനിൽക്കാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ശരി തെറ്റുകൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ തെറ്റിൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ദോഷങ്ങളുണ്ടാകും, നമുക്ക് വലിയ തട്ടുകേടുകൾ സംഭവിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഭീഷ്മർക്ക് പറ്റിയ തെറ്റ് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല, അതിനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഭീഷ്മ പിതാമഹനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മഹാഭാരതത്തിലെ ചരിത്ര പുരുഷനാണ്, തികഞ്ഞ ശ്രീകൃഷ്ണ ഭക്തനാണ്, മഹാവിഷ്ണു ഭക്തനാണ്. പക്ഷെ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരെ പോലെ ഒരവസ്ഥ ഉണ്ടായ മറ്റൊരാളില്ല. എന്താണ് ഭീഷ്മർക്ക് സംഭവിച്ചത്? അഗ്രഗണ്യനാണ് യുദ്ധത്തിൽ, ധർമ്മത്തിന് നിലകൊള്ളുന്ന ആളാണ്, ധർമ്മം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ആ വില്ലാളി വീരനായ അദ്ദേഹം അർജുനൻ്റെ അമ്പുകളേറ്റ്, ശരീരമാസകല അമ്പുകളേറ്റ് ആ അസ്ത്രവർഷത്താൽ അദ്ദേഹം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു അല്ലേ? ആ യുദ്ധത്തിൽ അതുപോലെ വൈഷമ്യം അനുഭവിച്ച മറ്റൊരാളില്ല. ഭഗവാന്റെ ഭക്തനാണ്, ധീരനാണ്, പോരാളിയാണ്, ധർമ്മം അറിയാവുന്ന ആളാണ്. ഇതൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് ഭീഷ്മർക്ക് ഈ ഒരു അവസ്ഥ വന്നത്? അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്, ഭീഷ്മർക്കുണ്ടായ ഒരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. ഭീഷ്മർക്ക് ധർമ്മം എന്താണെന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ ആ ധർമ്മം എന്താണെന്ന് നന്നായിട്ടറിഞ്ഞ ഭീഷ്മർ അധർമ്മത്തിൻ്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് ഭീഷ്മർക്ക് ഈ ഒരു അവസ്ഥ വന്നത്. എങ്ങനെയാണ് ഭീഷ്മർ അധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ദുര്യോധനൻ അധർമ്മം പ്രവർത്തിക്കുന്ന ആളാണ്. ആ അധർമ്മം പ്രവർത്തിക്കുന്ന ആളുടെ കൂടെ ധർമ്മം അറിയാവുന്ന ഭീഷ്മർ നിന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. ആ ഒരു യുദ്ധത്തിൽ മാത്രമല്ല, അതിനു മുമ്പ് ദുര്യോധനൻ കാണിച്ചിട്ടുള്ള എല്ലാ അധർമ്മങ്ങൾക്കും കണ്ണടച്ചു നിന്ന ഒരാളാണ് ഭീഷ്മർ. ഭീഷ്മർക്ക് പ്രതികരിക്കാമായിരുന്നു. ഭീഷ്മർക്ക് വേണമെങ്കിൽ അവർക്കൊക്കെ ഭീഷ്മ പിതാമഹനാണ്, ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അവരെയൊക്കെ നേർവഴിക്ക് നടത്തിക്കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു, അല്ലെ അത് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഇതൊന്നും അദ്ദേഹം ചെയ്തില്ല. ധൃതരാഷ്ട്രർ അന്ധനായ ഒരു വ്യക്തിയാണ്, അതോടൊപ്പം അന്ധമായ പുത്രസ്നേഹവുമുള്ള ആളാണ്. അന്ധനായതുകൊണ്ട് തന്നെ പുത്രൻ്റെ ചെയ്തികളൊന്നും അദ്ദേഹം കണ്ടിരുന്നില്ല. ഇനി അതൊക്കെ അറിയുമായിരുന്നെങ്കിലും അതൊന്നും അദ്ദേഹം കേട്ടെന്നോ കണ്ടെന്നോ നടിച്ചില്ല. അമിതമായ പുത്രവാത്സല്യമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ധൃതരാഷ്ട്രരെ തിരുത്തുവാൻ ഭീഷ്മർക്കാകുമായിരുന്നു, പക്ഷെ ഭീഷ്മർ അത് ചെയ്തില്ല. കണ്ണ് കാണാമായിരുന്നിട്ടും തൻ്റെ സ്വന്തം കണ്ണുകൾ കെട്ടിക്കൊണ്ട് അന്ധയായിട്ട് നടന്നു ഗാന്ധാരി മാതാവ്. തൻ്റെ പുത്രൻ്റെ ചെയ്തികളൊന്നും ആ അമ്മ, 2 കണ്ണുകൾ ഉണ്ടായിട്ടും അത് കണ്ണു പൊത്തിക്കൊണ്ട് നടന്നു, കണ്ണ് കെട്ടിക്കൊണ്ട് നടന്നു. അതുകൊണ്ട് മകൻ്റെ ചെയ്തികളൊന്നും ശ്രദ്ധിച്ചുമില്ല, കേട്ടുമില്ല, കണ്ടുമില്ല. ആ സമയത്ത് ഭീഷ്മ പിതാമഹന് ഗാന്ധാരി മാതാവിനെ ഉപദേശിക്കാമായിരുന്നു. ദുര്യോധനൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അധർമ്മമാണ്, ആ അധർമ്മത്തിനെതിരെ നിലകൊള്ളണമെന്ന് ഭീഷ്മർക്ക് ഈ 2 വ്യക്തികളെ ഉപദേശിക്കാമായിരുന്നു. ഇനി ഒരുപക്ഷെ ദുര്യോധനോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് കേൾക്കില്ല, കാരണം അദ്ദേഹം അധർമ്മം എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ
ഭീഷ്മ പിതാമഹന് ഉപദേശിക്കാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ഭീഷ്മ പിതാമഹൻ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് പോലും ആ ധർമ്മം എന്തെന്നറിയാവുന്ന ഭീഷ്മര് അധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടു. അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹന് ശരശയ്യയിൽ കിടന്ന് നരയിക്കേണ്ടി വന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ധർമ്മം ശരിക്കറിയാവുന്ന ഭീഷ്മ പിതാമഹൻ ധർമ്മം അറിഞ്ഞിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അധർമ്മത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഭീകരമായ ഒരവസ്ഥ ഉണ്ടായത്. ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഭീഷ്മ പിതാമഹൻ, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ ആ ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ ഭീഷ്മരുടെ ഈ ഒരു ജീവിതത്തിൽ നിന്ന്, ആ ചരിത്ര പുരുഷന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധർമ്മം എന്താണെന്ന് നമുക്കറിയാമെങ്കിൽ ആ ധർമ്മത്തിൻ്റെ കൂടെ തന്നെ നിലനിൽക്കണം. ആ ധർമ്മത്തിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ആ ധർമ്മം അറിയാവുന്നിട്ടും അധർമ്മത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഭീഷ്മരുടെ അവസ്ഥയായിരിക്കും നമ്മളിൽ ഓരോരുത്തർക്കും കാലചക്രത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ തെറ്റുകൾ ആവർത്തിക്കപ്പെടാം, തെറ്റുകൾ ഉണ്ടാകാം. ഒരിക്കലുണ്ടായ തെറ്റ് പിന്നീട് മനസ്സിലാക്കി വീണ്ടും ആ തെറ്റിലേക്ക് പോകാതിരിക്കുക എന്നതുമാണ് പരമപ്രധാനമായത്. അപ്പോൾ ഭീഷ്മ പിതാമഹൻ്റെ ഈ ഒരു ജീവിതത്തിൽ നിന്ന് ധർമ്മത്തിന് നിലകൊണ്ടുകൊണ്ട്, ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട്, ആ ഭഗവാനിൽ സ്മരണ ഉണ്ടാക്കിക്കൊണ്ട്, ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ധർമ്മത്തെ കൈവിടുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ധർമ്മത്തെ കൈവിടുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കുകയുമില്ല. ധർമ്മത്തെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാവണം കൃഷ്ണ, ഭഗവാനെ അധർമ്മത്തിൻ്റെ മുന്നിൽ ഒരിക്കലും പകച്ചു പോകരുതേ, ധർമ്മം കൈവിടാതെ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യസന്ധമായി മുന്നോട്ട് പോകുവാനുള്ള അനുഗ്രഹം, കൃപാകടാക്ഷം ഭഗവാനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും. നമുക്ക് ധർമ്മത്തെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.